Good morning. Morning, Miss. Okay, good morning. Good morning, Miss. Okay, good morning. തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ? നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ നമ്പർ 7 ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ? ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ? നമ്മളത് വായിച്ചു നോക്കിയെന്ന് വിചാരിക്കും. വായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത്ര എന്താ പറയാ, ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ക്വാളിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ അല്ലെ, കുറച്ച് വേർഡ്സുകൾ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, ലബോറട്ടറി, ഈ പറയുന്ന 3 ഫീൽഡുകളിലെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണ, ആരോഗ്യ പരിചരണ സേവനങ്ങള് എന്താണ് രോഗികൾക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലും ദോഷം ഉണ്ടാക്കാതെ ദിനവും നടപ്പിലാക്കുക എന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഏറ്റവും നമുക്ക് എന്താണ് പിന്നെന്താണ് കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് കമ്പോണൻസ് ആണ് അല്ലെ, കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. അപ്പൊ 9 കമ്പോണന്റുകളുണ്ട്. അതിനകത്ത് നമ്മൾ 7 എണ്ണമാണ് പറഞ്ഞത് കേട്ടോ. ഓരോ കമ്പോണന്റുകളും മനസ്സിലായാലും ആക്സസ് എന്താണെന്ന് മനസ്സിലായി. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസ് കേട്ടോ. ഒരു ഹെൽത്ത് സർവീസ് ലഭിക്കാനുള്ള ആ ഒരു എബിലിറ്റി, അതാണ് ആക്സസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദയർ നോളജ് അല്ലെ, അല്ലെങ്കിൽ സ്കിൽ ഓർ എക്സ്പീരിയൻസ് ടു പെർഫോം എ ടാസ്ക് ഓർ ഓക്യുപേഷൻ അല്ലെ. നമുക്കൊരു പ്രത്യേക ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകള്, നമ്മുടെ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമാണ് അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്? അത് തന്നെയാണ് ഇക്വാലിറ്റി അല്ലെ. That providing equal quality of care, equal quality of care to all individuals, അതും regardless of race, community or their income, social status, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ കമ്മ്യൂണിറ്റിയോ സോഷ്യൽ സ്റ്റാറ്റസോ അതിനെയൊന്നും പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും എന്താണ് തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണുന്നില്ലേ? ഷെയർ ചെയ്തിട്ടാണോ അല്ലേ? ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? അയ്യോ, കാണുന്നില്ലേ? ശരി ശരി. പിന്നെ പറയുന്നത് ഇഫക്റ്റീവ്നെസ് ആണ് അല്ലെ. ഇഫക്റ്റീവ്നെസ് എന്താണ്? ഫലപ്രാപ്തി അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. അത് പോസിറ്റീവ് ചേഞ്ചിന്റെ അത് തന്നെ അത് തന്നെയാണ് കേട്ടോ. എന്താണ്? ഇപ്പോഴും പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ദാറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ പേഷ്യന്റ് ഹെൽത്ത് അല്ലെ. അതായത് ഒരു പേഷ്യന്റിന്റെ ആരോഗ്യത്തില് ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നു കേട്ടോ, നിങ്ങളൊന്ന് റീകണക്ട് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞ കാര്യക്ഷമതയാണ് അല്ലെ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് ആണ്. ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് കോസ്റ്റ്, ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ്. 3 കണ്ടീഷൻസ് പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ദ ക്വാളിറ്റി കെയർ ഇൻ സച്ച് എ വേ ദാറ്റ് ഏതൊക്കെ 3 കണ്ടീഷൻ? ഒന്ന്, മിനിമം വേസ്റ്റഡ് അല്ലെ. മിനിമം വേസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം വേസ്റ്റ് കുറച്ചുകൊണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസ് ദ അൺവാണ്ടഡ് കോസ്റ്റ്, അതായത് നിങ്ങൾ പറഞ്ഞ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, ഏറ്റവും താഴ്ന്ന കോസ്റ്റില്. അതുപോലെ ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ്, നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അച്ചീവ് എ ബെറ്റർ ഔട്ട്കം അല്ലെ. നല്ലൊരു ബെറ്റർ ഔട്ട്കം.
എന്തൊക്കെയാണ് പറഞ്ഞത്? മിനിമം എന്താ പറയുക, മിനിമം വേസ്റ്റ്, മിനിമം വേസ്റ്റില് അതുപോലെ തന്നെ എന്താണ്, റിഡ്യൂസ് ദ അൺവാണ്ടഡ് കോസ്റ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ദ അവൈലബിൾ റിസോഴ്സസ്. എന്നിട്ട് എന്ത് അച്ചീവ് ചെയ്യണം? ഒരു ബെറ്റർ ഔട്ട്കം അച്ചീവ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള രീതിയിൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് എക്സ്റ്റെൻഡഡ് ഹെൽത്ത് സർവീസ്, അതെ കറക്റ്റ്. അതായത് പേഷ്യന്റ് റിസീവ്സ് ദ ഓൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ്, എല്ലാ റേഞ്ചിലുമുള്ള ഹെൽത്ത് സർവീസ് ലഭിക്കണം. അതാണ് അവിടെ ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ് അല്ലെ. അതാണ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് പറഞ്ഞത് സേഫ്റ്റിയാണ്, സുരക്ഷിതത്വം. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് ഫ്രം ഹാം, അതുപോലെ തന്നെ ഇഞ്ചുറി ആൻഡ് എറർ വൈൽ ദേ റിസീവിംഗ് ദ ഹെൽത്ത് കെയർ അല്ലെ. അവർക്ക് ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങൾ അത് സ്വീകരിക്കുന്ന സമയത്ത് ഒരു കാരണവശാൽ അവർക്ക് ഒരു ദോഷകരമായിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം? ഹെൽത്ത് സർവീസ് റിസീവ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ 7 കമ്പോണന്റുകൾ കേട്ടോ. 8ാമത്തെ കമ്പോണന്റ് നമുക്ക് പറയാമോ? 8ാമത്തെ കമ്പോണന്റ് എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻസ്. എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇതിനെ പറ്റി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് പഠിച്ചിട്ടുണ്ട്, ആ ഒരു ചാപ്റ്റർ അല്ലെ. ഹ്യൂമൻ സ്കിൽസ് അഥവാ ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ പറഞ്ഞില്ലേ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? വ്യക്തികള് പരസ്പരമുള്ള ബന്ധമാണ് അല്ലെ. അതായത് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പബ്ലിക് ആയിട്ടും അവിടെയുള്ള സ്റ്റാഫുകളും അവര് തമ്മിലുള്ളൊരു കൊളാബറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള അതിനെ കഴിവ്. അതാണ് അവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients and communities between health managers and their staff. ഓക്കെ, അപ്പൊ ഈ അസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലാണ്, നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട് പറയുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവരാണ്, നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ, our clients, communities, between the health managers and their staff. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞ പേഷ്യൻസും അതുപോലെ അവർ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയും പിന്നെന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹെൽത്ത് മാനേജേഴ്സും അവർക്കിടയിൽ ആ സ്റ്റാഫുകൾക്കും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിക്കേ, വി ഷുഡ് ഷോ ദ റെസ്പെക്ട് ടു അവർ ക്ലയൻസ് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലയൻസിനോട് അഥവാ പേഷ്യൻസിനോട് വളരെയധികം റെസ്പെക്ട് പ്രകടിപ്പിക്കണം, വളരെയധികം ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ അവരോട് പെരുമാറാനായിട്ട്. അതുപോലെ തന്നെ ഫീൽ ഫോർ അവർ പേഷ്യൻസ്, ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഫീലിങ്സ്. നമ്മൾ അവരുടെ ഫീലിങ്സുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാര്യം ഒരു പേഷ്യൻസ് ആണ് അല്ലെ, അവരുടെ ഫീലിങ്സുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. ഒരിക്കലും അവരോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. മോശമായിട്ട് ഒരു കാരണവശാലും റൂഡായിട്ട് അവരോട് പെരുമാറാൻ പാടില്ല, ഷൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ്, നോട്ട് റിവീൽ ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യൻസ് ടു അതർ പീപ്പിൾ അല്ലെ. നമുക്ക് രോഗിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, റിവീൽ ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അങ്ങനെ റിവീൽ ചെയ്ത് എന്ത് സംഭവിക്കും? ആ ഒരു പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ നഷ്ടപ്പെടും അല്ലെ, അവരുടെ സ്വകാര്യത അവിടെ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകളുമായിട്ട് നമുക്ക് പെരുമാറാനുള്ള, അവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് അല്ലെ. എപ്പോഴും നമ്മൾ ക്ലയൻസിന്റെ അടുത്ത് വളരെ റെസ്പെക്ട് ആയിട്ടും അവരോട് വളരെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി പെരുമാറാനായിട്ട്, ഒരിക്കലും അവരോട് റൂഡായിട്ടോ ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ മറ്റാളുകളുമായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് റിവീൽ ചെയ്യാനോ പാടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്റർപേഴ്സണൽ റിലേഷൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നോക്കി, ദീസ് വിൽ ഗീവ് റൈസ് ടു ഗുഡ് റിലേഷൻസ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ക്ലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് അസ്. ഇവിടെ അസ് എന്ന് ഉദ്ദേശിക്കുന്നത്
ഹോസ്പിറ്റൽ ആണ് കേട്ടോ, നമ്മളൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന നല്ല നല്ല റിലേഷൻസ് പേഷ്യൻസിനും കമ്മ്യൂണിറ്റിക്കും ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, നല്ലൊരു റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കും. സോ ക്ലയൻസ് റിഗാർഡ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. എന്താണ് ഒരു ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. നമ്മൾ പറയുന്ന ഈ ഒരു ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അല്ലെ, പറയുന്ന 9 കമ്പോണന്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അടുത്തത് കേട്ടോ, 9ാമത്തെ കമ്പോണന്റ് ആണ് അമ്യൂണിറ്റീസ്. എന്താണ് അമ്യൂണിറ്റീസ്? അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫെസിലിറ്റീസ് ആണ് കേട്ടോ, സൗകര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് comforts and facilities provided to the patient beyond the basic medical care. അതാണ് ഞാൻ പറഞ്ഞത്, comforts and facilities that provided to the patients beyond the basic medical care. അതായത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൊടുക്കുന്ന മെഡിക്കൽ പരിചരണത്തിന് പുറമെ, അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ കംഫർട്ട് സോൺ അല്ലെ, ആ ഒരു ഫെസിലിറ്റീസ്, അതാണ് ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫെസിലിറ്റികളാണ്. നോക്കിക്കേ, these are the features that can be given our health facilities to make the life smooth and pleasant for clients. അല്ലെ, ഈ പറയുന്ന പേഷ്യൻസിന് അവരുടെ ആ ഒരു അവർക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ഞാൻ പറഞ്ഞത് ബിയോണ്ട് ദ ബേസിക് മെഡിക്കൽ കെയർ, ബേസിക് മെഡിക്കൽ കെയറിനേക്കാളും അപ്പുറത്തേക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ് കേട്ടോ. നോക്കുക, they contribute to the client's contentment and make clients ready to use other services. They contribute to client's contentment. Contentment എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? contentment സംതൃപ്തി എന്നതാണ് കേട്ടോ, സംതൃപ്തി. അപ്പൊ ഈ പറയുന്ന അമ്യൂണിറ്റീസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അത് എന്താണ്? പേഷ്യൻസിന് കൂടുതൽ സംതൃപ്തിപ്പെടുത്തുന്നത്. ശരിയല്ലേ? നമ്മൾ നല്ല നല്ല ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത്രയും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ വർദ്ധിക്കും, അവർ ആ സേവനങ്ങൾ എടുക്കാനായിട്ട് അവർ തയ്യാറാവും അല്ലെ, അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, comfortable seats, television sets, music, educational materials, educative video series, etc. at the OPD and the wards. അല്ലെ, നമ്മൾ ഈ പറയുന്ന രോഗി നമ്മളിപ്പോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയാലോ, നമുക്ക് ഇരിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം നമ്മൾ OP ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ TV ഉണ്ടായിരിക്കുന്നു, വാർത്തയോ മ്യൂസിക്കോ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നമുക്ക് കാണാനില്ല. അതൊക്കെ നമുക്ക് എന്താണ്? നമുക്കൊരു കംഫർട്ട് സോൺ ഒക്കെ തരുന്നതാണ് അല്ലെ, കുറച്ചുകൂടി ഫെസിലിറ്റികൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, ആർട്ടിക്കിൾസ്, കാര്യങ്ങളുണ്ടാവും, എഡ്യൂക്കേറ്റീവ് വീഡിയോ സീരീസ്, OPD ആൻഡ് വാർഡ് അല്ലെ, OPD വാർഡിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? അത് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന അമ്യൂണിറ്റീസ് ആണ് അല്ലെ, ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് 9 കമ്പോണന്റുകൾ. എന്താണ് നമ്മൾ പഠിച്ചത്? ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ 9 കമ്പോണന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെയാണ് 9 കമ്പോണന്റുകൾ. ഇതൊക്കെയാണ് ഒന്ന് ആക്സസ്, രണ്ടാമത്തേത് ടെക്നിക്കൽ കോമ്പീറ്റൻസ്, മൂന്നാമത്തേത് ഇക്വിറ്റി, പിന്നെ നാലാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഇഫക്റ്റീവ്നെസ്, അഞ്ചാമത്തെ എഫിഷ്യൻസി അല്ലെ, ആറാമത്തെ എന്തായിരുന്നു? കണ്ടിന്യൂറ്റി, ഏഴാമത്തെ സേഫ്റ്റി, എട്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ആൻഡ് നയൻത് ആൻഡ് ഫൈനൽ വൺ അമ്യൂണിറ്റീസ്. ക്ലിയർ ആയോ? അപ്പൊ ഈ പറയുന്ന 9 കമ്പോണന്റുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു ഹെൽത്ത് സർവീസ് അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് മാറുന്നത്. ശരി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം ആക്സസബിൾ ആണ്, അല്ലെങ്കിൽ നല്ലൊരു ടെക്നിക്കൽ സ്കില്ലുള്ള ആളുകളാണ് നമുക്ക് ആ സർവീസ് തരുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പരിചരണം കിട്ടുമ്പോൾ, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുമ്പോഴൊക്കെ ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതല്ലേ നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ കമ്പോണന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. എന്താണത്? പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. എന്താണ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി? എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കും പെർസ്പെക്റ്റീവ്സ് മീൻസ്? കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് അറിയാവുന്നത് പറഞ്ഞുള്ളൂ. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാഴ്ചപ്പാട്. കറക്റ്റ് ആണ് കേട്ടോ, കാഴ്ചപ്പാടാണ് അല്ലെ. എന്ന് പറഞ്ഞാല്
ഓരോരുത്തരുടെ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ്. എന്തെങ്കിലും ഒരു സംഭവം അത് കറക്റ്റ് ആണ് കേട്ടോ, കാഴ്ചപ്പാട്. ഇവ നമ്മളൊരു സംഭവം തന്നെ എന്തിനു പറയുന്നത്, നമ്മളിപ്പോ വാർത്തയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന് നമ്മുടേതായ കാഴ്ചപ്പാടിലായിരിക്കും കാണുന്നത്. ഓരോരുത്തരുടെയും പെർസ്പെക്ടീവ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു പെർസെപ്ഷൻ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അതൊരു ഹെൽത്ത് കെയർ ഫീൽഡിലോട്ടായിട്ട് ചിന്തിക്കണം. നമ്മളിപ്പോ ഒരു ഹെൽത്ത് കെയർ സർവീസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണ്. എനിക്കുള്ളൊരു പെർസ്പെക്ടീവ് ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. എന്റെ പെർസ്പെക്ടീവ് എങ്ങനെയായിരിക്കും, എന്റെ നീഡ്സിന് എത്രത്തോളം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെ? എന്റെ ആവശ്യകതകൾ അത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് എന്താണ് അതിന്റെ ക്വാളിറ്റി പറയുന്നത്. എന്റെ പെർസ്പെക്ടീവ് ഒരു തരത്തിലായിരിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെ, നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പെർസ്പെക്ടീവ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ക്വാളിറ്റിനെ നമ്മൾ പല ആളുകളുടെ പെർസ്പെക്ടീവിൽ നോക്കിക്കാണാണ്. പല ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ഇല്ല, 3 പേരുടെയാണ്. 3 പേരുടെ പെർസ്പെക്ടീവിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ആരൊക്കെയാണ്? ഒന്ന് പേഷ്യന്റിന്റെ പെർസ്പെക്ടീവ്. ഓക്കെ, അത് പറയുമ്പോൾ നമ്മളാണ് അതിൽ നിന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നോക്കിക്കാണും. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ പെർസ്പെക്ടീവ് എന്താണ്, ഒരു ഹെൽത്ത് പ്രൊവൈഡർ ഹോസ്പിറ്റലിന്റെ പെർസ്പെക്ടീവ് എന്താണ്, പിന്നെ ഒരു ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്ടീവ് എന്താണ്. ദാറ്റ് മീൻസ് the different viewpoints are it, the different viewpoints or approaches to understanding the quality. Okay, that's perspective nu udeshikkunnu ട്ടോ. The different viewpoints അല്ലെങ്കിൽ the different approaches to understanding the quality, understanding of നമുക്കൊരു ക്വാളിറ്റിനെ മനസ്സിലാക്കുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട്, അത് ഓരോരുത്തരുടെയും പെർസ്പെക്ടീവിൽ നമ്മൾ നോക്കിക്കാണുന്നു. ആരൊക്കെയാണോ ഓരോരുത്തര്? ഒന്ന് പേഷ്യന്റിന്റെ പെർസ്പെക്ടീവ്, പിന്നെ ഹെൽത്ത് പ്രൊവൈഡർ, ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലിന്റെ പെർസ്പെക്ടീവ്, പിന്നെ വരുന്നത് ഹെൽത്ത് കെയർ മാനേജറുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, വായിക്കാം നമുക്ക്. പെർസ്പെക്ടീവ്സ് ഓഫ് ക്വാളിറ്റി. ദ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സർവീസ് ഡെലിവറി. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്നേഴ്സ് ആണ് കേട്ടോ, പാർട്ട്നേഴ്സ്, പങ്കാളികളാണ് കേട്ടോ. ക്രിസ്റ്റീനെ ഓഹരി ഉടമ, ഇവിടെ ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകള്, മാനേജർമാര്, ക്ലയന്റുകള്, കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഇവര് പറയുന്ന ഹെൽത്ത് കെയർ സർവീസിന്റെ ഭാഗമാണ്. ഒരു കൂട്ടർ സർവീസ് കൊടുക്കുന്നു, മറ്റു ചിലർ ആ സർവീസ് കൈപ്പറ്റുന്നു, എല്ലാവരും അതിന്റെ ഭാഗമാണ് അല്ലെ, പാർട്ട്നേഴ്സ് ആണെന്ന് പറയാം. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് മേ ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസസ്. ഈ പറയുന്ന ഓരോരുത്തരും, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ക്ലയന്റ് ആയിക്കോട്ടെ, ഹെൽത്ത് സ്റ്റാഫുകൾ ആയിക്കോട്ടെ, മാനേജർമാരായിക്കോട്ടെ, അല്ലെ പേഷ്യന്റ് ആയിക്കോട്ടെ, അവർ ഓരോരുത്തരും ഈ പറയുന്ന ഹെൽത്ത് സർവീസിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. അവരിപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം തന്നെ ഒരു സെന്റൻസ് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് the judgment of an individual about a service or product that may sort what he moves from it എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന്, ആ ഒരു സർവീസിൽ നിന്ന് എന്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവര് അതിനെ മനസ്സിലാക്കുന്നത്, അവരതിന്റെ ക്വാളിറ്റി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെർസ്പെക്ടീവ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആരാണ്? പേഷ്യന്റ് ഓർ ക്ലയന്റ് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ക്ലാസ്സിൽ ചിലത് പറയാനും എനിക്കും പറഞ്ഞു തരാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചില ഭാഗങ്ങൾ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ. നോക്കുക കേട്ടോ, പേഷ്യന്റ് ഓർ ക്ലയന്റ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളാണ് പേഷ്യന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ പെർസ്പെക്ടീവ് നോക്കിക്കാണാണ് ക്വാളിറ്റിയിൽ എന്താണ് ഒരു ക്വാളിറ്റി. ഒരു ഹെൽത്ത് സർവീസ് നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നമ്മള് ഒരു പേഷ്യന്റിന്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കിക്കാണാൻ എങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ വിലയിരുത്തൽ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ കേട്ടോ. Research done in different parts of the country reveals that our patients or clients require the services that എങ്ങനെയുള്ള സേവനങ്ങളാണ് അവർ ക്വാളിറ്റി ഉള്ളതാണെന്ന് അവരുടെ വ്യൂ പോയിന്റിലൂടെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ആർ ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. ഒന്നാമത്തെ പോയിന്റ് ആണ് അല്ലെ. അതായത് ഹെൽത്ത് സർവീസസ് ഷുഡ് ബി ഡെലിവേർഡ് ഓൺ ടൈം അല്ലെ. ഓൺ ടൈം, കൃത്യസമയത്ത് എന്തായിരിക്കണം ഹെൽത്ത് സർവീസസ് ഡെലിവർ ചെയ്തിരിക്കണം. ശരിയല്ലേ? നമ്മളൊരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലാണ് നോക്കിക്കാണുന്നത്. നമ്മളൊരു പേഷ്യന്റ് ആണ്, നമ്മൾ പറയാണ് ആ ഒരു ഹെൽത്ത് സർവീസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം ആ സർവീസിൽ ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന്, ആ ഹെൽത്ത് സർവീസസ് ഷുഡ് ബി ഡെലിവേർഡ് ഓൺ ടൈം. പോയിന്റ് ആണ് കേട്ടോ. കറക്റ്റ് സമയത്ത് ഓൺ ടൈമിൽ ഡെലിവർ ചെയ്യുന്ന ഹെൽത്ത് സർവീസ് ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് അല്ലെ. ദാറ്റ് മീൻസ്
health services that should be provided by the friendly and respectful staff. അല്ലെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എത്ര സർവീസുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്ക് അത് തരുന്ന സർവീസ് തരുന്ന ആളുകൾ നമ്മളോട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നും, നമുക്കൊരു ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അത് എത്രയും നന്നായിട്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപെടുമ്പോഴാണ് നമുക്കത് കുറേം കൂടെ കംഫർട്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ അപ്പോഴാണ് നമ്മുടെ അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനോ, ശരിയല്ലേ? പിന്നെന്താ പറയുന്നത്, ആർ സേഫ്, ദാറ്റ് മീൻസ് ഹെൽത്ത് സർവീസസ് ഷുഡ് ബി സേഫ്. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് കേട്ടോ, സേഫ് ആയിരിക്കണം അല്ലെ, വളരെ സുരക്ഷിതമായിരിക്കണം. പിന്നെന്താണ്, ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് അല്ലെ, that means the health services that should provide, that should generate a positive result അല്ലെ. ആ ഒരു ഹെൽത്ത് സർവീസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമ്മളിൽ ഇതാക്കിയിരിക്കണം. പിന്നെന്താണ്, and that they can afford, that means health services should be affordable അല്ലെ, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഈ സേവനങ്ങളൊക്കെ ഉള്ളത്, നമുക്കെന്ന് പറയുന്നത് വലിയ വലിയ പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അത് തരുവാണെങ്കിൽ ഓക്കെ, നമുക്കത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പറയാൻ പറ്റും അല്ലെ. അപ്പൊ സർവീസ് എന്താ പറയാ, അഫോർഡബിൾ ആയിരിക്കണം. പിന്നെ പ്രൊവൈഡ് them with sufficient information about their condition and treatment. അത് മാത്രമല്ല, ഹെൽത്ത് സർവീസസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, that should provide with sufficient information about their condition and treatment. നമ്മുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി, നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന രീതിയിലായിരിക്കണം നമുക്ക് സേവനങ്ങൾ തരേണ്ടത് അല്ലെ. നമുക്കറിയണം നമ്മളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന്, നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു അറിവ് തരുന്ന രീതിയിലായിരിക്കണം അവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നമ്മുടെ അസുഖത്തെ പറ്റി, നമ്മുടെ ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മൾ അറിയണം, നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് അതായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പ്രൊവൈഡ് them with all the drugs they require, keep privacy are within their reach അല്ലെ. അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ അല്ലെ, ആവശ്യമുള്ള സമയത്ത് അവർക്ക് ശരിയായ മരുന്നുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണം, ദാറ്റ് മീൻസ് രോഗികളുടെ പ്രൈവസി കീപ്പ് ചെയ്യണം, വിത്തിൻ ദയർ റീച്ച്. നമ്മൾ ആക്സസ് പഠിച്ചില്ലേ, നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, റീച്ചബിൾ ആയിരിക്കണം, ആക്സസബിൾ ആയിരിക്കണം സർവീസ്. എത്ര നല്ല സർവീസ് ആണെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പൊ റീച്ചബിൾ ആയിരിക്കണം, ദാറ്റ് മീൻസ് നമുക്ക് ആക്സസബിൾ ആയിരിക്കണം, ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല ഹെൽത്ത് സർവീസസ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെ, നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ വേണം നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പൊ ചില ആളുകൾ നമുക്ക് ഒരു ഡോക്ടർ, സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ അസുഖത്തെ പറ്റി പറഞ്ഞു തരും നമുക്ക് അല്ലെ. സാധാരണ മിക്ക ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന പ്രശ്നമാണ്, ഇനിത് കാരണം കൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മളുടെ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ചിലപ്പോ എന്താ പറയാ, വയസ്സായ ആളുകള് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്ത മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുക. എങ്കിൽ കൂടിയും നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ അവരുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ആരുടെ വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കിക്കണ്ടേ, ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ്. അപ്പൊ അതിന് ക്വാളിറ്റിയിൽ അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് സർവീസസ് ഷുഡ് ബി ഡെലിവേർഡ് ഓൺ ടൈം, സമയത്ത് ഡെലിവർ ചെയ്തിരിക്കണം, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി സ്റ്റാഫുകൾ മുഖേന നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, സർവീസസ് എപ്പോഴും സേഫ് ആയിരിക്കണം, ദാറ്റ് ഷുഡ് ജനറേറ്റ് എ പോസിറ്റീവ് റിസൾട്ട്, ആൻഡ് ഹെൽത്ത് സർവീസസ് ഷുഡ് ബി അഫോർഡബിൾ ആയിരിക്കണം, ദാറ്റ് പ്രൊവൈഡ് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് അവർ കണ്ടീഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ആൻഡ് എന്താ പറയാ, ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ഡ്രഗ്സ് ഒക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ തരണം, നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണം, നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം, അതോടൊപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. അവരങ്ങനെയാണ് ക്വാളിറ്റിയുടെ അവരുടെ പെർസ്പെക്ടീവിലാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? പറയുന്നല്ലോ ഇനി? ഓക്കെ, അടുത്തത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കേട്ടോ. അപ്പൊ ആ പോയിന്റുകളാണ് പറഞ്ഞത് കേട്ടോ. ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് കേട്ടോ, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. ഹെൽത്ത് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ മതി. സ്റ്റാഫ് വീണ്ടും എടുത്ത് എഴുതണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ഹെൽത്ത് പ്രൊവൈഡർ ആൻഡ് ഹെൽത്ത് സ്റ്റാഫ്, ദാറ്റ് മീൻസ് ആരാണ്? ഹോസ്പിറ്റലാണ് അല്ലെ.
ഓക്കെ, ഒരു ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും ഒരു ക്വാളിറ്റിനെ അവർ നോക്കി കാണുന്നത്? ഏത് രീതിയിലായിരിക്കും? ഇങ്ങനെയായിരിക്കും ഒരു ക്വാളിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നോക്കുക കേട്ടോ. The health provider can provide the quality care if he or she has a sufficient knowledge and skills. ശരിയല്ലേ? ഒരു ഹെൽത്ത് പ്രൊവൈഡറിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം. വേണ്ടേ? നമുക്ക് അത്യാവശ്യം അറിവും കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? പേഷ്യൻസിന് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെ? ഓക്കെ, അപ്പൊ അതിനായിട്ട് എന്തൊക്കെ വേണം? ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, അല്ലെ? ആവശ്യത്തിനുള്ള റിസോഴ്സ്, ദാറ്റ് മീൻസ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അല്ലെ? ഒരു ഹെൽത്ത് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഹെൽത്ത് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെ? അപ്പൊ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അത്യാവശ്യത്തിന് സ്റ്റാഫുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഡ്രഗ്സ്, സപ്ലൈസ്, എക്യുപ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്സെട്ര. അല്ലെ? അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനുള്ള മരുന്നുകളും സപ്ലൈസും എക്യുപ്മെന്റുകളും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും ഒക്കെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു സേവനം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെയൊന്നും വേണ്ടത്ര മരുന്നുകളില്ല, സപ്ലൈസ് ഇല്ല, എക്യുപ്മെന്റ് ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകാർക്ക് നല്ലൊരു സേവനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പേഷ്യൻസും അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ശരിയല്ലേ? ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്. അല്ലെ? അതായത് വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു തൊഴിൽ ചുറ്റുപാട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അതോടൊപ്പം തന്നെ അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ നോളജ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ക്വാളിറ്റി ഉണ്ടാക്കാൻ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ അവർക്ക് അവരുടെ ആ ഒരു പ്രൊഫഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ദ ഗുഡ് വർക്ക്. അതോടൊപ്പം അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ശരിയായിട്ടുള്ള പേയ്മെന്റ് അവർക്ക് ലഭിക്കണം. അതിനുള്ളൊരു റിവാർഡ്, ഒരു റെക്കഗ്നീഷൻ അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ വ്യൂ പോയിന്റിൽ ആ ക്വാളിറ്റി എന്നതുകൊണ്ട് അവർ അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. അവരുടെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഒരു ഹെൽത്ത് പ്രൊവൈഡറിന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് ക്വാളിറ്റിനെ അവർ മനസ്സിലാക്കുന്നത്? ഒന്ന്, അവർക്ക് വേണ്ടത്ര നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം. അവർക്ക് സേവനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഡ്രഗ്സും സപ്ലൈസും എക്യുപ്മെന്റും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു തൊഴിൽ, എന്താ പറയാ, ഒരു ചുറ്റുപാട്, ഒരു അവസരം ഉണ്ടായിരിക്കണം. അതുപോലെ അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ശരിയായിട്ടുള്ള പേയ്മെന്റും ഒരു റെക്കഗ്നിഷൻ, റിവാർഡും അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമല്ലേ അവർക്ക് ഒരു മോട്ടിവേഷനിലൂടെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ഒരു ഹെൽത്ത് പ്രൊവൈഡറിന്റെ വ്യൂ പോയിന്റ് ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത്. ഓക്കെ, ഓരോരുത്തരുടെ വീക്ഷണവും വ്യത്യാസമില്ലേ, കാഴ്ചപ്പാട് വ്യത്യാസമില്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? ഹെൽത്ത് പ്രൊവൈഡർ ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, ഹെൽത്ത് കെയർ മാനേജർ. ഇനി ഒരു ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്റ്റീവ് അദ്ദേഹം എങ്ങനെയാണ് ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത് നോക്കാം നമുക്ക്. ഹെൽത്ത് കെയർ മാനേജർ considers quality care as managing efficiently the resources of a health facility. And managing efficiently the resources of the health facility. ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യണം. അതാണ് ഒരു ഹെൽത്ത് കെയർ മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഓൾ ഇൻ ഓൾ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ലൊരു സേവനം കൊടുക്കുന്നതിന് സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ഹെൽത്ത് കെയർ മാനേജർ. അദ്ദേഹം ക്വാളിറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഹെൽത്ത് സ്റ്റാഫ് അറ്റൈൻ സെറ്റ് ടാർഗറ്റ്സ്. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അത് അറ്റൈൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഹെൽത്ത് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഹെൽത്ത് സ്റ്റാഫുകളും ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. ചുറ്റുള്ള ആളുകളും അതേ രീതിയിൽ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രയത്നിക്കുന്ന സ്റ്റാഫുകളായിരിക്കണം. പിന്നെന്താണ്? ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. കൂടെയുള്ള ഹെൽത്ത് സ്റ്റാഫുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യപ്പെടുന്നതും വളരെ പിന്തുണയ്ക്കുന്നതും കുറെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും, ഹെൽത്ത് സ്റ്റാഫുകളായിരിക്കണം. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. വേണ്ടത്ര സപ്പോർട്ടും സൂപ്പർവിഷനും ഒക്കെ നൽകാനായിട്ട് തയ്യാറുള്ള ആളുകളായിരിക്കണം. പിന്നെന്താണ്? ഹാവിങ് ആംബിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് ദ കെയർ. അതോടൊപ്പം തന്നെ ഒരു നല്ല പരിചരണം കൊടുക്കാനായിട്ട്
ആവശ്യത്തിന് ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള, കോമ്പീറ്റന്റ് മീൻസ് എന്താണ്, പ്രാവീണ്യമുള്ളത് അല്ലെ, പ്രാവീണ്യമുള്ള സ്കില്ലുള്ള സ്റ്റാഫുകൾ ആയിരിക്കണം. അതുപോലെ സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, അവിടെയുള്ള സ്റ്റാഫുകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള, വർക്കിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. കാര്യം ഇദ്ദേഹം ഒരു ഹെൽത്ത് കെയർ മാനേജറാണ്, അദ്ദേഹം ഒരുപാട് പേരെ സൂപ്പർവൈസ് ചെയ്യുകയാണ് അല്ലെ, അത് നല്ല ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പേരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം, കൂടെ വർക്ക് ചെയ്ത ഹെൽത്ത് സ്റ്റാഫുകൾ അത്ര എഫിഷ്യന്റ് ആയിരിക്കണം, അതായത് കോമ്പീറ്റന്റ് ആയിരിക്കണം അല്ലെ, അവര് വളരെ മുന്നിട്ട് സ്വയം തയ്യാറായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മനോഭാവമുള്ള ആൾക്കാരായിരിക്കണം. എങ്കിൽ മാത്രമാണ് നല്ലൊരു സേവനം നമുക്ക് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് പെർസ്പെക്റ്റീവിനെ പറ്റിയാണ് കേട്ടോ. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഓർ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ ക്വാളിറ്റി. ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ സംഘടനകളെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് 3 പേരുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ നോക്കിക്കണ്ടു. പേഷ്യന്റിന്റെയും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെയും ഒരു ഹെൽത്ത് കെയർ മാനേജറിന്റെ വ്യൂ പോയിന്റിലൂടെയാണ് നമ്മൾ ആ ക്വാളിറ്റിനെ നോക്കിക്കണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത നോക്കാം. നെക്സ്റ്റ് പോവാം നമുക്കെല്ലാം, പോവാട്ടോ. അക്രഡിറ്റേഷൻ. ഓക്കെ, ഈ അക്രഡിറ്റേഷനെ പറ്റി ഞാൻ എവിടെ പഠിക്കുന്നത്, ക്വാളിറ്റി അഷുറൻസ് ലാബ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കേട്ടോ. ആ ഒരു ചാപ്റ്ററിനകത്ത് അക്രഡിറ്റേഷനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നത് അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താണ് അക്രഡിറ്റേഷൻ? നമ്മൾ കണ്ടിട്ടില്ലേ കോളേജിന്റെ ഒക്കെ ഫ്രണ്ടില് നാക് അക്രഡിറ്റഡ്, എ ഗ്രേഡ്, ബി ഗ്രേഡ് എന്നൊക്കെ പറയും, നാക് അക്രഡിറ്റേഷൻ എന്നൊക്കെ പറയില്ലേ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകാരമാണ് അല്ലെ, അംഗീകാരമാണ് അല്ലെ, ഒരു പബ്ലിക് റെക്കഗ്നീഷൻ. അത് നിങ്ങൾ ആ സെന്റൻസ് അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പബ്ലിക് റെക്കഗ്നീഷൻ ആണ് അല്ലെ, പൊതുജനങ്ങളുടെ ഒരു അംഗീകാരം, അതിനെയാണ് അക്രഡിറ്റേഷൻ. നമുക്ക് അംഗീകാരം തരേണ്ടത് നമ്മളാണോ അംഗീകരിക്കേണ്ടത്? നമ്മളെ അല്ല, പുറത്തുള്ള ആളുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ശരിയല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വായിക്കാം കേട്ടോ. Accreditation is a process in which an entity separate and distinct from the healthcare organization, normally non-governmental. അവിടെ ആ സെന്റൻസ് തീരുന്നില്ല, ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ, മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. Accreditation is a process in which an entity separate and distinct from the healthcare organization, normally non-governmental, assesses the healthcare organization to decide if it meets a set of needs, that means standards, planned to improve the safety and quality of care. ശരിക്കും അതാണ് ഫുൾ സെന്റൻസ്, അതാണ് അക്രഡിറ്റേഷൻ. അപ്പോഴാണ് ആ ഒരു മീനിങ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത്രയും വായിച്ചത് കേട്ട് നിങ്ങളിത് എന്താവണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റെക്കഗ്നീഷൻ ആണ് കേട്ടോ, ഒരു അംഗീകാരമാണ്. ആർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നൽകുന്ന അംഗീകാരം, എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റലിന് കൊടുക്കുന്ന അംഗീകാരമാണ്. ആരാണ് ഈ അംഗീകാരം കൊടുക്കുന്നത്? ഒരു നമ്മൾ പറഞ്ഞു പുറത്തുനിന്നുള്ള ആളുകളായിരിക്കും അല്ലെ. എന്ന് പറഞ്ഞാല് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെ, അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പൊതുവെ ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഏജൻസിയോ ഓർഗനൈസേഷനോ ആയിരിക്കും. ഓക്കെ, ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളാവാം, ഏജൻസികളായിരിക്കാം. അത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആയിരിക്കാം. ഓക്കെ, അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റി, ഓക്കെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അതുപോലെ ആ ഒരു എന്താ പറയാ ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഉറപ്പാക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റല് എത്രത്തോളം സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്. ബുദ്ധിമുട്ടായോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അംഗീകാരമാണ്. ആർക്ക് കൊടുക്കുന്ന അംഗീകാരം? ഒരു ഹോസ്പിറ്റലിന് കൊടുക്കുന്ന അംഗീകാരം. ആരാണ് ഈ ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്? ഹോസ്പിറ്റലിനുള്ളിലുള്ള ആൾക്കാരാണോ? അല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. അവരെങ്ങനെയാണ് ഈ അംഗീകാരം കൊടുക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റല് ആ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി കെയറിനും വേണ്ടിയിട്ട് എല്ലാവിധ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് റെക്കഗ്നീഷൻ കൊടുക്കുകയാണ്. ഓക്കെ, കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സുകളൊക്കെ മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് അംഗീകാരം കൊടുക്കുകയാണ്. ആരാണ് അംഗീകാരം കൊടുക്കുന്നത്? പുറത്തുനിന്നുള്ള ഒരു ഏജൻസി ആയിരിക്കും.
അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഏജൻസി ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുത്തതാണ്. അല്ലെ, അവർ ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റൽ എല്ലാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ അവരൊരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്കൊരു റെക്കഗ്നീഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അക്രഡിറ്റേഷൻ. ഓക്കെ, ഇനി ഒന്ന് വായിച്ച സെന്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. Accreditation is a process in which an entity separate and distinct from the healthcare organization, normally non-governmental. അല്ലെ, ഹോസ്പിറ്റലുകാർ സ്വയം അവരെ തന്നെയാണ് അംഗീകരിക്കുന്നത്. അല്ല, അവരെ നോക്കിക്കാണുന്ന മറ്റുള്ളവരുടെ അംഗീകാരമാണ് വേണ്ടത്. അവരാണ് അസസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നത്. അല്ലെ, അപ്പൊ ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള അതും ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ നിന്നും ആ ഒരു ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി, ദാറ്റ് മീൻസ് ഒരു ഏജൻസി ആ ഒരു ഓർഗനൈസേഷൻ ആവാം. അവരെന്ത് ചെയ്യാണ്? അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അസസ് ചെയ്യാന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യുക. അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിനെ അസസ് ചെയ്യാണ്. എന്താണ് അസസ് ചെയ്യുന്നത്? ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ്സ് എ സെറ്റ് ഓഫ് നീഡ്സ് ഓർ സ്റ്റാൻഡേർഡ്സ്. അവരെല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ? പ്ലാനഡ് ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി കെയറിനും വേണ്ടിയിട്ട് ആ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എല്ലാ സ്റ്റാൻഡേർഡ്സുകളും പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇതോട് പറയണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഈ പറഞ്ഞ കാര്യം? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ശരി, ഇനി നോക്കട്ടെ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ഇതാണ് അക്രഡിറ്റേഷൻ. അത് ചോദിക്കാൻ വേറൊരു കാരണം ഉണ്ട് കേട്ടോ. അത് പിന്നീട് വായിച്ചു നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് അത് വായിക്കുമ്പോൾ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് അക്രഡിറ്റേഷൻ ഇസ് യൂഷ്വലി വോളണ്ടറി കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് യൂഷ്വലി വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ ഉള്ളതാണ്. അല്ലെ, സ്വമേധയാ ഉള്ളതാണ്. ദാറ്റ് മീൻസ് അക്രഡിറ്റേഷൻ സാധാരണയായിട്ട് സ്വമേധയാ ഉള്ളതാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അംഗീകാരം എന്ന് പറയുന്നത് ആരും ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ അംഗീകാരം വേണം എന്നുള്ളത് ഒരു നിയമമോ നിയന്ത്രണമോ മൂലം അവര് ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് വരുന്നതല്ല. അക്രഡിറ്റേഷൻ വേണ്ടിയിട്ട് അവര് സ്വമേധയാ മുന്നോട്ട് വരുന്നതാണ്. ഓക്കെ, സ്വമേധയാ മുന്നോട്ട് വരുന്നതാണ്. ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം വേണം, അത് ആ ഒരു ഹോസ്പിറ്റല് തന്നെ തീരുമാനിക്കുന്നതാണ്. അവരുടെ വോളണ്ടറി ആണ്. അവർക്ക് വേണം ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടണം. ആ അക്രഡിറ്റേഷൻ കിട്ടുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അക്രഡിറ്റേഷൻ നേടിയെടുത്ത ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരാളും ഒരിക്കലും ഒരു നിയമമോ നിയന്ത്രണമോ ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്ന ഒരു സംഭവമല്ല. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ ഓപ്ഷണൽ എന്നാണ് നമുക്ക് പറയാം. ഒരു ഓപ്ഷണൽ ആണ്, മാൻഡേറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അംഗീകാരം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, അംഗീകാരം നേടിയെടുത്ത് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അത് അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്, അവര് തീരുമാനിക്കുന്നതാണ്. അവർക്ക് അംഗീകാരം വേണമെന്നുള്ളത് അവർ സ്വമേധയാ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് ആരും നിർബന്ധിച്ച് അംഗീകാരം വേണമെന്നൊന്നും ആരും അവര് കമ്പൽ ചെയ്യുന്നില്ല. സ്വമേധയാ ഉള്ളതാണ് കേട്ടോ. അതാണ് അക്രഡിറ്റേഷൻ ഇസ് യൂഷ്വലി വോളണ്ടറി, സ്വമേധയാ ഉള്ളതാണ്. ഓക്കെ, ചോദിക്കാട്ടോ. ദാറ്റ് ഈസ് യൂഷ്വലി വോളണ്ടറി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ആലോചിച്ചിരിക്കരുത്. അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അടുത്തത് it has gained worldwide attention as an effective quality assessment and management. എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് എൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ കേട്ടോ. അതായത് നമ്മുടെ ലോകത്തില് ഈ പറയുന്ന ഹെൽത്ത് കെയർ സർവീസുകളെ ഇവാലുവേറ്റ് ചെയ്തിട്ടും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അക്രഡിറ്റേഷൻ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഹെൽത്ത് കെയർ സർവീസുകൾക്ക് ഈ പറയുന്ന ഒരു അംഗീകാരം കൊടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി അസസ്മെന്റ് ടൂൾ അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. കാര്യം ശരിയല്ലേ? അക്രഡിറ്റേഷൻ ഉള്ളൊരു ഹോസ്പിറ്റലിൽ പോവാനല്ലേ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലെ? നല്ലൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ പഠിക്കാനും എല്ലാത്തിനും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും. ശരിയല്ലേ? കാരണം അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഡിമാൻഡ് ഉണ്ട്, അത്രയും അത് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇറ്റ് ഇസ് എൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. അക്രഡിറ്റേഷനെ പറ്റി നിങ്ങൾ അത്രയും മനസ്സിലാക്കി കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ? അതുപോലെ അക്രഡിറ്റേഷൻ വന്നത് വോളണ്ടറി ആണ്, അത് സ്വമേധയാ മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ലോകത്തെമ്പാടും ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണ പരിചരണ പ്രവർത്തനങ്ങളെ
ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അസസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂൾ ആയിട്ടാണ് അസസ്മെന്റ് മാനേജ്മെന്റ് ടൂൾ ആയിട്ടാണ് അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഓക്കെ, അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അക്രഡിറ്റേഷന് ഒരുപാട് പ്രയോജനങ്ങൾ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പ്രയോജനങ്ങൾ കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് കേട്ടോ. പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുജനങ്ങളുടെ ഒരു വിശ്വാസം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? വളരെ അക്രഡിറ്റഡ് ആണ്, നല്ല അംഗീകാരം ഉള്ളതാണെങ്കിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. ശരിയല്ലേ? ഓക്കെ, സോ ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ് കേട്ടോ. പൊതുജനങ്ങളുടെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ്? പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. അതെ, അതെന്താണ്? വളരെ സേഫ് ആയിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ശരിയല്ലേ? അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നമുക്ക് വളരെ എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടും സാധിക്കും അല്ലെ? സോ പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ് കേട്ടോ. പിന്നെ എന്താണ്? നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചർച്ച നടത്താം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസ്കഷൻ ആണ്. നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ചാൽ ആ ഒരു പേയ്മെന്റ് ലഭിക്കാനുള്ള സോഴ്സുകൾ. പേയ്മെന്റ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലിന് പേയ്മെന്റ് ലഭിക്കാനുള്ള സോഴ്സുകളുമായിട്ട് ചർച്ച നടത്താനായിട്ട് സാധിക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് പേയ്മെന്റ് ലഭിക്കാനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ്? പേഷ്യൻസിനെയാണ് അല്ലെ? പേഷ്യന്റിലൂടെ തന്നെയാണ് അവർക്ക് ആ ഒരു ഇൻകം അല്ലെങ്കിൽ പേയ്മെന്റ് വരുന്നത്. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇൻഷുറൻസ് കമ്പനികള് അല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് ഏജൻസികൾ, അതൊക്കെ ആയിരിക്കാം പല രീതിയിൽ സോഴ്സസ് ഓഫ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത്തരം സോഴ്സസ് ഓഫ് പേയ്മെന്റ് ആയിട്ട് ചർച്ച നടത്താനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട്, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്നിരിക്കട്ടെ, അവർക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് പറയുമ്പോൾ അവര് അക്രഡിറ്റഡ് ആണെന്നും അവര് നല്ലൊരു കമ്മിറ്റ്മെന്റ് ആണ് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് വർദ്ധിക്കും, ഹോസ്പിറ്റലിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. അതിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ കുറെ കൂടെ പേയ്മെന്റ് റേറ്റ് കൂട്ടിക്കൊടുക്കും അവർക്ക് അല്ലെ? കൂടുതൽ കൂട്ടിക്കൊടുക്കും. കാര്യം അത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെയുള്ള സേവനങ്ങൾക്ക് കുറെ കൂടി ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പേയ്മെന്റ് കുറെ കൂടെ കൂട്ടിയിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. അതിന് മനസ്സിലായോ? ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പറയാമോ? ക്ലിയർ ആയോ? ഇവിടെ പറയണോ? ഓക്കെ ആണ്. ആരോണ്ട് ഓക്കെ ആണ്? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഷിപ്പിന ഓക്കെ. അതായത് നെഗോഷിയേറ്റ് വിത്ത്, ഒന്നുകൂടെ പറയാം. ഓക്കെ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് പേയ്മെന്റ് ലഭിക്കാനുള്ള സോഴ്സുകൾ. പേയ്മെന്റ് ലഭിക്കാനുള്ള സോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? പേഷ്യൻസ് തന്നെയാണ്. പേഷ്യന്റിലൂടെയാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത്. പേഷ്യന്റ് ഇൻ ദ സെൻസ് ചിലപ്പോൾ പേഷ്യന്റിന് നേരിട്ട് പൈസ കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇൻഷുറൻസ് കമ്പനികൾ മുഖേന പേയ്മെന്റ് ലഭിക്കാം. ശരിയല്ലേ? അതുപോലെ മറ്റേ ഗവൺമെന്റ് ഏജൻസി വരെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സോഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്, അവരുമായിട്ട് ചർച്ച നടത്താനായിട്ട് സാധിക്കും. ചർച്ച നടത്താൻ സാധിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. നമ്മൾ പറയുന്ന അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ് ആണ്. അപ്പൊ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും. അപ്പൊ അവർക്ക് ഇൻഷുറൻസ് കമ്പനികളുടെ അടുത്ത് കുറെ കൂടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് കിട്ടുന്ന പേയ്മെന്റിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ കുറെ കൂടെ പേയ്മെന്റുകളും മറ്റും കൂടുതൽ അവർക്ക് കൊടുക്കും. കാര്യം സാധാരണ ഹോസ്പിറ്റൽ പോലെയല്ല. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുക നല്ല സേവനമായിരിക്കും കൊടുക്കാം. അവർക്ക് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് റേറ്റും കൂടുതലായിരിക്കും. ആ രീതിയിൽ എന്താ പറയാ, സോഴ്സസ് ഓഫ് പേയ്മെന്റ് സോഴ്സസ് ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? നമ്മൾ നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് നമുക്കൊരു ജോലിയിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. സാലറി നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. നമ്മളത് ക്വാളിഫൈഡ് ആണ്, നമ്മളതിൽ എന്താണ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഡിമാൻഡ് അവർ കൂട്ടി തരുകയും ചെയ്യും അല്ലെ? നോർമലി അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ അവിടെ. ഓക്കെ, അടുത്തത് ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, റെസ്പെക്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്നേഴ്സ്. ഇവിടെ പറയാം, ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, റെസ്പെക്ട് ദെയർ റൈറ്റ്സ്
and involve them in the care process as a partner. That means ഈ പറയുന്ന accredited hospitals എപ്പോഴും എന്താണ്, they gave importance പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുന്നു. അവരെ ആ ആരോഗ്യ പരിചരണത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയാണ് അവിടെ കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അക്രഡിറ്റേഷൻ കൊണ്ടുള്ളൊരു ഗുണമാണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന രോഗികളെ ആയാലും അവർ ഉൾപ്പെടുന്ന ഫാമിലിനെ ആയിരുന്നാലും വളരെ അവരെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ട് അവരെ വളരെയധികം എന്താ പറയാ അവരുടെ അവകാശങ്ങളെയൊക്കെ ഒരുപാട് മാനിക്കുകയും അവരെ ആ ആരോഗ്യ പരിചരണത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു പരിചരണത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടായിരിക്കും അവിടെ കണക്കാക്കുന്നത്. ഇത് പറഞ്ഞാൽ അത്രയേറെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് പേഷ്യൻ സെന്റേഡ് ആയിട്ടുള്ള കെയർ കൊടുക്കും. അത്രയും ഉദ്ദേശിക്കുന്നു. വളരെ പേഷ്യൻ സെന്റേഡ് ആയിട്ടുള്ള രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം കിട്ടാനല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തരുന്ന, നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന, നമുക്ക് പ്രാധാന്യം തരുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം കിട്ടും അല്ലെ, എന്നതുപോലെയാണ് അല്ലെ. Listen to patients and their families, respect their rights and involve them in the care process as a partners. Okay, then next point, generate a culture that is open to learning. That പറയുന്നത് accreditation generate a culture that is open to learning അല്ലെ. നമ്മളിങ്ങനെ ഒരു accreditation എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് കുറച്ചുകൂടെ ബെറ്റർ ആവില്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. ബെറ്റർ ആവോ ഇല്ലയോ? ബെറ്റർ ആവും അല്ലെ. ഈ അക്രഡിറ്റേഷൻ സംവിധാനങ്ങൾ വരുമ്പോൾ കുറെ കൂടെ നമ്മുടെ ആരോഗ്യ മേഖല പുരോഗമിക്കും. ഒരു കോമ്പിറ്റൻസ് അവിടെ ഉണ്ടാവാനായിട്ട് അല്ലെ. അപ്പൊ സോ ഇറ്റ് ഷുഡ് ജനറേറ്റ് എ കൾച്ചർ അല്ലെ. ഇറ്റ് ഷുഡ് ജനറേറ്റ് എ കൾച്ചർ ഓഫ് സേഫ്റ്റി, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സലൻസ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല മാറും അല്ലെ. അതുപോലെ തന്നെ ആൻഡ് ഈസ് ഓപ്പൺ ടു ലേണിംഗ് അല്ലെ. ലേണിംഗ് മീൻസ് പഠനം അല്ലെ. കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാവും. പഠിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ പഠിക്കും തോറും കൂടുതൽ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവും. നമ്മുടെ ആരോഗ്യ മേഖലയില് മൊത്തത്തിൽ ഒരു എന്താ പറയാ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ആ ഒരു കൾച്ചറിലോട്ട് നമ്മുടെ ആരോഗ്യ മേഖല മാറാനായിട്ട് തുടങ്ങും. അതാണ് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള വേറൊരു വേ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ആ ഒരു സിസ്റ്റം വരുമ്പോ ആരോഗ്യ മേഖലകൾ അതനുസരിച്ച് പ്രവർത്തിക്കാനും കുറെ കൂടെ അങ്ങനെ ഒരു കൾച്ചറിലോട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താണ് എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്? അതായത് നമ്മുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ ലീഡർഷിപ്പ് ടീം ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് ടീം ഡോക്ടേഴ്സ്, നഴ്സുമാര്, ഹോസ്പിറ്റലുകളിൽ പോലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് അവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു ലീഡർഷിപ്പ് ടീം എന്ന് പറയുന്നത്. അവരെല്ലാവരും എന്താണ് കുറെ കൂടെ കൊളാബറേഷൻ, അവര് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ, ഒരു കോർഡിനേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ലീഡർഷിപ്പ് വരും. നമ്മളൊരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാൻ പറ്റും അവിടെ എല്ലാ സ്റ്റാഫുകളും വളരെ സഹകരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും തമ്മിൽ ഒരു ലീഡർഷിപ്പ് ടീമുകൾ തമ്മിൽ നല്ലൊരു കൊളാബറേഷൻ ഉണ്ടാവും, ഒരു കോർഡിനേഷൻ ഉണ്ടാവും. ആ ഒരു രീതിയിലായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് ആരും അങ്ങോട്ട് ഒന്ന് മാറി മറിഞ്ഞ് അങ്ങനെയല്ല നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരേ മനോഭാവത്തോട് കൂടിയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ക്ലിയറായോ പറഞ്ഞത്? അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് പറഞ്ഞത്. പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, വളരെ സുരക്ഷിതമായിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ സോഴ്സസ് ഓഫ് പേയ്മെന്റ് സോഴ്സുകളുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റിനെ പറ്റി നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഡിമാൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ പേഷ്യൻസ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഷ്യൻ സെന്റേഡ് ആയിട്ടുള്ള ഒരു കെയർ ആണ്. ദാറ്റ് മീൻസ് പേഷ്യൻസിനെ ഫാമിലിനെ ആരോഗ്യ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതുപോലെ അത് ആരോഗ്യ മേഖലയില് ഒരു നല്ലൊരു കൾച്ചർ അല്ലെ, ഒരു കൾച്ചർ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ എക്സലൻസിന്റെ ഒരു കൾച്ചറിലേക്ക് മാറുന്നു. അതുപോലെ ലീഡർഷിപ്പ് ടീമുകൾ തമ്മിൽ ഒരു കൊളാബറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ബോറടിക്കണ്ട നമുക്ക്? ബോറടിക്കണില്ലല്ലോ? ബോറടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു JCA ട്ടാ. ഇൻട്രൊഡക്ഷൻ ടു JCA പഠിക്കണം കേട്ടാ. ഈ JCA നെ പറ്റിയിട്ട് നിങ്ങൾ ആ ക്വാളിറ്റി അഷ്വറൻസ് ലാബിലെ അതിനകത്ത് പഠിക്കും.
കേട്ടോ. അതിനകത്ത് ഡീറ്റെയിൽ അല്ല, ജസ്റ്റ് JCA എന്താണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ JCA പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ ഇവിടെ പഠിച്ചതാണ്, നമുക്കത് കുറെ ഹെൽപ്പ് ആയിരിക്കും കേട്ടോ, കുറെ കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ JCAയുടെ ഫുൾ ഫോം നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കും. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCA കേട്ടോ. ഓക്കെ, JCA എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. എന്താണ് ഈ JCA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? അതൊരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. എന്താണ്? അക്രഡിറ്റേഷൻ ബോഡി. നമ്മൾ അംഗീകാരം കൊടുക്കുന്ന ചില ഏജൻസിയുടെ നമ്മൾ പറഞ്ഞില്ലേ, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻ ഉണ്ട്, അക്രഡിറ്റേഷൻ ബോഡീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത് കേട്ടോ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്രഡിറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയാ അക്രഡിറ്റേഷൻ ബോഡി ആയിട്ടാണ് JCA കണക്കാക്കുന്നത്. ഈ പറയുന്ന ആരോഗ്യ പരിചരണ ആരോഗ്യ പറയുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ JCA എന്ന് പറയുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. വേൾഡിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അക്രഡിറ്റർ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NAB പഠിക്കുന്നത് NABH നാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നതാണ് NABH. JCA എന്ന് പറയുമ്പോൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, പേര് തന്നെ ഇന്റർനാഷണൽ എന്നാണ് എടുക്കുന്നത്. ഗ്ലോബലി ഉള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ, വലിയ ഒരു അക്രഡിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. ഇനി അത്രേ അവിടെ പറയുന്നുള്ളൂ, ഇവിടെ കുറച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. Joint Commission International was established in the late 1990s to observe the hospitals outside the United States. കേട്ടോ, അതായത് നമ്മുടെ US-ന് പുറത്തോട്ടുള്ള ശരിക്കും US ബേസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കേട്ടോ, അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. സോ ഈ പറയുന്ന നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിനായിട്ട് ഈ പറയുന്ന 1990കളുടെ അവസാനത്തിൽ സ്ഥാപിതമായതാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCI. ഓക്കെ, മനസ്സിലായോ? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s to observe the hospitals outside the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകൾ ഒബ്സർവ് ചെയ്യുകയും അതിന് അംഗീകാരം കൊടുക്കുന്നതിനായിട്ട് 1990കളുടെ അവസാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, JCI which is also not for profit presently accredits facilities in Asia, Europe, the Middle East and the South America. ഓക്കെ, ഇപ്പൊ തന്നെ ഇത് JCA എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അവര് നിലവില് നമ്മുടെ ഏഷ്യ, അതുപോലെ തന്നെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള കൺട്രികളിൽ, അങ്ങനെയുള്ള സ്ഥലത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് കേട്ടോ നിലവില്. അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭമല്ല അത് ലക്ഷ്യമിടുന്നത്. ലാഭേച്ഛയില്ലാതെ നമ്മുടെ ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ട് ഓഫ് JCI accredited hospitals വേൾഡ് വൈഡ് ഷോസ് 820 hospitals in 47 and above countries are claimed. എണ്ണം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആസ് ലിസ്റ്റഡ് ഓൺ ദ JCI വെബ്സൈറ്റ് 2015. 2015 വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ലിസ്റ്റ് പ്രകാരം JCI അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണമാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ലോകത്തിലെ ഏകദേശം ഒരു 47 രാജ്യങ്ങൾ, 47 മുകളിലുള്ള രാജ്യത്തിലായിട്ട് ഏകദേശം 820 കേട്ടോ, 820 ഹോസ്പിറ്റലുകൾക്ക് JCI അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാം നിങ്ങളോട് എത്ര ഹോസ്പിറ്റലുകളാണ്, അതായത് ഒരു 47 മുകളിലുള്ള രാജ്യങ്ങളിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഏകദേശം ഒരു 820 ഹോസ്പിറ്റലുകൾക്ക് JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്യണം. അതോടൊപ്പം അടുത്ത പോയിന്റ് 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ 21 ഹോസ്പിറ്റലുകൾക്ക് JCI അക്രഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തില് മറ്റേ ആസ്ട്ര മെഡിസിറ്റി, പിന്നെ രാജഗിരി ഹോസ്പിറ്റല്, പിന്നെ അഹാലിയ ഐ ഫൗണ്ടേഷൻ, അങ്ങനത്തെ JCI അക്രഡിറ്റേഷൻ ഉണ്ട് കേട്ടോ.
JC അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ ഹോസ്പിറ്റലുകളാണ് കേട്ടോ. ഓക്കെ, സോ 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 21 ഹോസ്പിറ്റൽ. ലോകത്ത് കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം 720 ഹോസ്പിറ്റലുകൾക്കും JCA അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഫുൾ ഫോം ചോദിക്കും കേട്ടോ, പഠിച്ചു വെക്കണം. ഇനി നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് JCA പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാത്ത പോലെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, പഠിച്ചതാണ് JCA ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അടുത്തതാണ് ഇറ്റ് ഈസ് എ US based not for profit accreditation body which sets and addresses standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. എന്താണ് പറയുന്നത്? രോഗികളുടെ അവകാശങ്ങള്, പിന്നെ ഈ പറയുന്ന രോഗിയുടെ ട്രീറ്റ്മെന്റുകള്, പിന്നെ അണുബാധ നീക്കം അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള 3 പ്രവർത്തന മേഖലകളില് ഈ പറയുന്ന പ്രകടന നിലവാരം, ആ ഒരു പ്രകടന നിലവാരം അളക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡുകൾ, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള US based ആയിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ് JCA. ഓക്കെ, ഇത്രയേ ഉള്ളൂ. JCA എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണെന്ന് നമുക്കറിയാം. അതൊരു US based ആയിട്ടുള്ള, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യന്റിന്റെ അവകാശങ്ങള്, പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളില് പ്രകടന നിലവാരം അളക്കുന്നതിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് അവരാണ് കേട്ടോ. അതിനായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. ആ ഒരു സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുകയും അത് അഡ്രസ് ചെയ്യുകയും ചെയ്യുക US based ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് JCA. ഓക്കെ, പിന്നെന്താണ്? JCA's goal is to improve the quality of health care in the international community by giving worldwide accreditation services. അതായത് ലോകമെമ്പാടും ഒരു അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാണ് പറഞ്ഞത്, അക്രഡിറ്റേഷൻ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അക്രഡിറ്റഡ് ആയിട്ടുള്ള സേവനങ്ങൾ നൽകിയിട്ട് നമ്മുടെ അന്താരാഷ്ട്ര സമൂഹത്തിലെ ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നതാണ് JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, JCA goals is to improve the quality of health care in the international community by giving the worldwide accreditation services. Okay, then അടുത്തത് എന്താണ്? JCA standards would take us to improved patient care, safety and path of continuous quality improvement. പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഈ JCA സ്റ്റാൻഡേർഡുകൾ ഉണ്ടല്ലോ, അത് ഏറ്റവും ഈ പറയുന്ന പേഷ്യന്റിന് വളരെ സേഫ്റ്റി ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു പരിചരണം, അങ്ങനെ ഒരു പാതയിലൂടെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം JCA അക്രഡിറ്റേഷൻ അത്രയും വിലപ്പെട്ടതാണ്. ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും പേഷ്യന്റ് സേഫ്റ്റിയും നല്ല ക്വാളിറ്റി കെയറും സേവനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെന്താണ്? ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ് and would provide us a competitive edge. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ പേഷ്യന്റിനായിക്കോട്ടെ, ഇൻഷുറൻസ് കമ്പനികൾക്കായിക്കോട്ടെ, തേർഡ് പാർട്ടി ഏജൻസികൾക്കായിക്കോട്ടെ, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അല്ലെ. ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കുമ്പോൾ അത് കമ്പനിക്കായാലും പേഷ്യന്റിനായാലും അവരുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ആരോഗ്യ മേഖലയിൽ, അതായത് ഒരു ആരോഗ്യ വിപണിയില് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ തിയറിറ്റിക്കൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ ഒരു സ്റ്റാൻഡേർഡ്സ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും നിങ്ങൾ അവിടെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെന്താണ്? JCA accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety. Now, JCA accreditation എന്ന് പറഞ്ഞാൽ ശരിക്കും is the gold standard for quality. ക്വാളിറ്റിക്ക് ഉള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നത്, അതായത് ഏറ്റവും ടോപ്പിലുള്ള സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. JCA അക്രഡിറ്റേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റിയിലെ തന്നെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. കാര്യം അത് അത്രയും ഹയസ്റ്റ്, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു രോഗി പരിചരണങ്ങളും രോഗി സുരക്ഷിതത്വം ഒക്കെയാണ് അവിടെ അത് പ്രദാനം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അത് അങ്ങനെയുള്ള സേവനങ്ങളാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ ഏറ്റവും വലിയൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് JCA അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ സ്വർണ്ണങ്ങൾ BAS മുദ്ര എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ, 916
916 എന്നൊക്കെ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ JC അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, PAs ആണ്. PAs വേറെ. ഞാൻ ഗോൾഡിന്റെ മറ്റേ സ്വർണ്ണത്തിന് നമ്മള് എന്താ പറയാ, ഇനി ഇപ്പൊ തന്നെ പറഞ്ഞാലോ മറന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം 916 സ്റ്റാൻഡേർഡ് അത്രയും ആ ക്വാളിറ്റിനെയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ഒന്നാണ് JC അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കുറച്ചെടുക്കാനേ പറ്റും. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു. വായിക്കണോ കേട്ടോ? ശരി. Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am.